ഹായ് ഫ്രണ്ട്സ്, കുറേ നാളായിട്ടൊരു ഡെയിലി വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും നടന്നില്ല. ഇവിടെ ആണെങ്കിൽ ആകെ മിസ്സായിട്ട് കിടക്കുമായിരുന്നു, കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ആയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്നും നടന്നില്ല. പിന്നെ മോൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ മോനുള്ളത് കൊണ്ട് ഡെയിലി സ്കൂളിൽ പോകണം എന്നുള്ളതുകൊണ്ട് അതിൻ്റെ കൂടെ ഈ വീഡിയോ കൂടെ കൊണ്ടുപോകാനുള്ളൊരു ഫ്ലോയിൽ ഞങ്ങൾ എത്തിയില്ല. അപ്പോൾ ഇപ്പോൾ ഞങ്ങളൊരു തങ്കലാൻ ഇറങ്ങിയില്ലേ, അപ്പോൾ ഫിലിമിന് പോകാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ 8 മണിയായി, 9:30ക്കാണ് ഫിലിം. അപ്പോൾ തങ്കലാൻ ഇറങ്ങിയിട്ട് നമ്മൾ ഇന്നലെ കാണണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇന്നലെയാണ് ഫിലിം ഇറങ്ങിയത്, പക്ഷെ കാണാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ ക്ലീനിങ്ങിൻ്റെ പരിപാടി കിടക്കുന്നതുകൊണ്ട് ഓരോ റൂമായിട്ട് ഇങ്ങനെ ഒതുക്കി വരുന്നതേ ഉള്ളായിരുന്നു. ആക്ച്വലി ഈ ക്ലീനിങ് ചെയ്യുന്നതിൻ്റെ വീഡിയോ തന്നെ നമ്മൾ റീലാക്കണമെന്ന് വിചാരിച്ചാണ്, അതൊന്നും നടന്നില്ല. അപ്പോൾ പിന്നെ വിചാരിച്ച് ഇന്ന് തൊട്ട് എന്തായാലും ഞാൻ വീഡിയോ എടുക്കും. അങ്ങനെ ഒരു വാശിപ്പുറത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവർ കണ്ണനെ ഉറക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോവാൻ. അപ്പോൾ ഇപ്പം ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വരട്ടെ. ഓക്കെ, അതിന് മുന്നേ ഞാൻ തലയിൽ ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടിരിക്കുവാണ്. എല്ലാം ഒരു വെപ്രാളത്തിലായിപ്പോയി. ഇനി എൻ്റെ കണ്ണിൽ കണ്ടോ, ഇന്ന് രാവിലെ ആണ് ഞാൻ ആ പാട്ട് ഷൂട്ട് ചെയ്തത്. നമ്മുടെ ചാനലിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് ആ പാട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കണ്ണെഴുതിയത് ആകെ സ്പ്രെഡായിട്ടിരിക്കുകയാണ്. അപ്പം ഞാനത് മാച്ചളയട്ടെ, എന്നിട്ട് ഞാൻ കുളിച്ചിട്ട് വരാം. ഓക്കെ, ഹായ്, ഞാൻ തിരിച്ചു വന്നു, കുളിച്ചിട്ടൊക്കെ വന്നു. കണ്ണൻ ഉറങ്ങിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അവരുടെ ഡോർ ഇതുവരെ ഓപ്പൺ ആക്കിയിട്ടില്ല. അച്ഛനും മോനും ആ ഉറങ്ങുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുറേ നാളായിട്ട് വീഡിയോ എടുക്കണം, ഡെയിലി വ്ളോഗ്സ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ മെയിനായിട്ട് നമ്മൾ രണ്ടുപേരുടെയും പാട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ ഇങ്ങനെ എന്നും പാട്ടിടാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഈ യൂട്യൂബിൻ്റെ ഒരു പോളിസി അനുസരിച്ച് ഇപ്പം നമ്മളിങ്ങനെ ഡെയിലി വീഡിയോ ഇടാണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൽ വലിയ അർത്ഥമൊന്നും ഇല്ലയെന്ന് തോന്നി. മോണിറ്റൈസ് ആവത്തില്ല. കാശ് കിട്ടുന്നതൊക്കെ പിന്നെ അതൊന്നും നമ്മൾ സ്വപ്നം കാണാൻ പോലും പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കണം എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ മാക്സിമം കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ എടുക്കാനാണ് ഇപ്പോൾ ഞാൻ ഒന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് നടക്കുമോ അറിയത്തില്ല. കാര്യം ഓഫീസും പിന്നെ ഈ പാട്ടിൻ്റെ ഷൂട്ടിങ്, പാട്ട് റെക്കോർഡ് ചെയ്യാൻ പോകണം. പിന്നെ മോൻ UKG പഠിക്കുകയാണ്. മോൻ പേര് ധ്യാനെന്നാ, കണ്ണാന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ കണ്ണൻ്റെ സ്കൂളിൽ പോകണൊക്കെ കാരണം ഇപ്പം ചിലരൊക്കെ ഈ രാവിലെ മോനെ സ്കൂളിൽ വിടുന്ന വീഡിയോസൊക്കെ എടുക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പം എങ്ങനെയാ അത് ആ ഒരു ഫ്ലോയിൽ എത്തണം എന്ന് എനിക്ക് തോന്നുന്നു. എത്തിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമായിരിക്കും അല്ലേ, എനിക്കറിയത്തില്ല. ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നാലേ ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. ഇപ്പോൾ അതാണ് എല്ലാവർക്കും കാണാനൊക്കെ ഇഷ്ടം എന്ന് എനിക്ക് തോന്നി. നമ്മളിങ്ങനെ ഭയങ്കര ഫിലിംഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും അല്ലല്ലോ വേണ്ടത് അല്ലേ. സാധാരണ എങ്ങനെയാണോ അങ്ങനത്തെ വീഡിയോസൊക്കെ. അപ്പം ഇനി ഞങ്ങളെ നിന്ന് അങ്ങനത്തെ വീഡിയോസൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നാളെ ചിങ്ങം 1 നമ്മൾ ഈ കേരളത്തിലുള്ളവർക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേ ആണല്ലോ. അപ്പം നാളെ രാവിലെ അമ്പലത്തിൽ പോകണം. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഫിലിം വന്നത്. അപ്പോൾ ഈ പുള്ളിയാണെങ്കിൽ എല്ലാ ഫിലിംസും ഇങ്ങനെ മുടങ്ങാതെ കാണും. അങ്ങനത്തെ ഒരു ടൈപ്പാണ്. എനിക്കിഷ്ടമാണ്. പക്ഷെ എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ തിയേറ്ററിൽ പോയി ഫിലിം കാണുന്ന രീതിയൊന്നും അല്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷമാണ് ഈ ഫിലിമൊക്കെ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയത്. ഇതിപ്പോൾ നമ്മൾ എല്ലാ ഫിലിംസും മുടങ്ങാതെ കാണും. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ റെഡി ആവട്ടെ. നമ്മൾ പാരിപ്പള്ളി രേവതിയില. ആക്ച്വലി ഞങ്ങളുടെ സ്ഥലം വർക്കല കേട്ടോ. നമ്മൾ പാരിപ്പള്ളി രേവതി തിയേറ്ററിലാണ് ഫിലിം കാണാൻ പോകുന്നത്. ഓക്കെ, റെഡി ആയിട്ട് വരാം. അപ്പം ഞങ്ങൾ പോവുകയാണ് ഫിലിമിന്. നല്ല മഴയുണ്ട്. അവിടെ ചെന്നിട്ട് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടുമെന്നൊന്നും അറിയത്തില്ല. പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളപ്പോൾ തിയേറ്റർ എത്താറായി. നല്ല മോശം റോഡായിരുന്നത് കൊണ്ട് കുറച്ചധികം ടൈം എടുത്തു ഇവിടെ എത്താനായിട്ട്. നമ്മൾ കുറേ നാളായല്ലേ രേവതിയിൽ ഫിലിമിന് വന്നിട്ട്. ഇപ്പം ഈ ഇടയ്ക്ക് അങ്ങനെ ഫിലിംസ് ഒന്നും ഇറങ്ങാതിരുന്നത് കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് നാളായി.
കുറച്ച് നാളെന്ന് വെച്ചാൽ ഒരു മാസത്തിനകത്ത്. ഏകദേശം ഒരു 1 month ഒക്കെ ആവുന്നുള്ളൂ. നോക്കാം. ഇനിയിപ്പോ നമുക്ക് അപ്പുറത്ത് ആശീർവാദിലും കൂടെ പോകണം. യെസ് നമ്മുടെ മോഹൻലാലിന്റെ തിയേറ്റർ കൊട്ടയം ആശീർവാദ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം അവിടെ നോക്കിയതാ, പക്ഷെ നമുക്ക് ഇത്തിരി ഡിസ്റ്റൻസ് കൂടുതലായതുകൊണ്ടും നൈറ്റ് ടൈം ആയതുകൊണ്ടുമാണ് പിന്നെ നമ്മളത് വേണ്ടെന്ന് വെച്ചത്. നെക്സ്റ്റ് ഫിലിം ഇപ്പൊ വാഴ കാണണ്ടേ? വാഴ നമ്മൾ അവിടെ കാണാൻ, അതൊരു ഡേ ടൈമിൽ കാണാൻ പ്ലാൻ ചെയ്യുവാണ്. നല്ല നുണക്കുഴി കാണണം. പിന്നെ ഏതൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ, ഇനി ഇറങ്ങും ഓണത്തിന്. അപ്പൊ ഇനി കണ്ടിന്യൂസ് ഫിലിം ആയിരിക്കും. യെസ് കൊണ്ടൽ എല്ലാം കാണണം. പാർക്കിംഗ് കിട്ടുമെന്നുള്ളതാണ് അടുത്ത ടാസ്ക്. ഇത് കോള് വരുന്നുണ്ട്. നമ്മൾ എത്തി, പക്ഷെ പാർക്കിംഗ് ഇല്ലടോ, പെട്ടിരിക്കുവാണ്. നല്ല തിരക്കുണ്ട്. പാർക്കിംഗ് കിട്ടുമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം, കിട്ടുമോ പാർക്കിംഗ്? ആ ചേട്ടാ എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് കയറുകയാണ്. ഭയങ്കര ബോറായിരിക്കും അല്ലേ? അല്ല ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവർക്ക് എന്ത് ബോറ്. അപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ട്. സിനിമ കണ്ടിട്ട് വരാം. എന്താണ് റിവ്യൂ എന്നുള്ളത് പറയുന്നതായിരിക്കും.